ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺസിൻ്റെ ലോസ് ആണ്. ഗലീലിയോയുടെ ഒബ്സർവേഷൻസ് ഐസക് ന്യൂട്ടൺ സ്റ്റഡി ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോസ് ഡെവലപ്പ് ചെയ്തു. നമ്മൾ 3 ലോസ് ഉണ്ട്. അതിൽ നമുക്ക് ന്യൂട്ടൺസ് ലോ ഡിസ്കസ് ചെയ്യാം. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ന്യൂട്ടൺ പറയുന്നത് എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. എ ബോഡി continues its state of rest or uniform motion in a straight line unless acted upon by an external force. ഇതാണ് ന്യൂട്ടൺ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ റെസ്റ്റ്, മോഷൻ, ഇത് 2 കാര്യങ്ങളും പറയുന്നുണ്ട്. റെസ്റ്റ്, മോഷൻ, ഇറ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനും ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഈ റെസ്റ്റ്, മോഷൻ ഇത് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് അത് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചു. ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് ഇനേർഷ്യ എന്നും വിളിക്കും. ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ദെൻ ഈ ഇനേർഷ്യ എന്താണ് എന്ന് നോക്കാം. നമ്മളിവിടെ കണ്ടു റെസ്റ്റ്, മോഷൻ, ഒരു ബോഡിയുടെ 2 സ്റ്റേറ്റ് ആണ്. ദെൻ ആ ബോഡിക്ക് ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതിനെയാണ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ്. അതായത് ഒരു മോഷനിലുള്ള ബോഡിക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പം, അതായത് റെസ്റ്റിലേക്ക് വരുമ്പം അതിനെ തടയാനുള്ള ഒരു ടെൻഡൻസി. ദെൻ നെക്സ്റ്റ് റെസ്റ്റിലാണ് എങ്കിൽ അതിന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള, മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതിനാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ദെൻ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. റെസ്റ്റ് ആവാം, ദെൻ മോഷൻ ആവാം. ഇനി ഫസ്റ്റ് ലോ പറഞ്ഞു ഈ ബോഡി continues to be its state of rest or uniform motion in a straight line എന്ന് പറഞ്ഞു. ഈ ബോഡി സ്ട്രെയിറ്റ് ലൈനിലും ആവാം. ദെൻ ഇവിടെ ഇനേർഷ്യ ദെൻ റെസ്റ്റിലുണ്ടാവാം, മോഷനിലുണ്ടാവാം, ദെൻ ഡയറക്ഷനിലുണ്ടാവാം. ദെൻ ഈ 3 നമ്മൾക്ക് നോക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ് എന്നുള്ളത്, അതായത് ടെൻഡൻസി ടു കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോഡിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി, അതായത് ഈ ഇന്നെബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇതിന് നമ്മൾ എന്ത് വിളിച്ചത്? ഇനേർഷ്യ എന്ന് വിളിച്ചത്. ദെൻ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ തന്നെ ആവാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും വെഹിക്കിൾസിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനി ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിന്നാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു മൂവ് ചെയ്യുകയാണ്. ദെൻ എന്ത് സംഭവിക്കും? നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ പറ്റും, നമ്മളൊന്ന് പുറകിലേക്ക് ഒന്ന് ആഞ്ഞു പോകും. കാരണം എന്താ? നമ്മുടെ ബോഡിയുടെ ടെൻഡൻസി എന്ന് പറയുന്നത് അവിടെ ആദ്യം റെസ്റ്റിലായിരുന്നു, ദെൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. ബട്ട് നമ്മുടെ ഹോൾ ബോഡി എന്ന് പറയുന്നത് ഫസ്റ്റ് റെസ്റ്റിലായിരുന്നു. ദെൻ ബസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പാദങ്ങൾ ബസ്സിൻ്റെ ബോർഡിൽ ആയിരിക്കും. ദെൻ ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പാദങ്ങൾ മുന്നോട്ട് പോകും. ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ബാക്കി പാർട്ട് പുറകിലായിരിക്കും. ദെൻ ആ ബോഡിക്ക് പുറകോട്ട് പോകാനുള്ള പുറകിലോട്ട് ഇങ്ങനെ നമ്മുടെ പെട്ടെന്ന് പോകും. കാരണം എന്താ? ഇത് റെസ്റ്റിലാവാനുള്ള ടെൻഡൻസിയാണ്. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്കറിയാം. നമ്മളെല്ലാം കാർപ്പറ്റ് ബീറ്റ് ചെയ്യും. ഇതിന് അടിച്ചു വരുമ്പോൾ അതിലെ പൊടിയെല്ലാം തട്ടിക്കളയാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യും. കാർപ്പറ്റ് ബീറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അതിലെ പൊടിയെല്ലാം താഴെ വീഴും. ആ പൊടിക്കുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് റെസ്റ്റിലാവണം. ദെൻ അത്
ആ കാർപ്പറ്റ് പുറത്തോട്ടോ മുന്നോട്ടോ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പഴയ പൊസിഷനിൽ തന്നെ അതായിരിക്കുമോ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ടെൻഡൻസി അതാ, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അതിൽ നിന്ന് പുറത്തോട്ട് പോകും. അപ്പോൾ ആ ഡസ്റ്റ് കാർപ്പറ്റിൽ നിന്ന് പുറത്ത് പോയി. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് എന്ത്, ഇങ്ങനെ മരമൊക്കെ പോയി കുലുക്കുന്നത് അല്ലേ? കുലുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ഇലകളെല്ലാം പൊഴിഞ്ഞു വീഴും. ദെൻ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് അതെങ്ങനെയാണ്? ആ ഇലയുടെ ടെൻഡൻസി എന്ന് പറയുന്നത് അതിൽ തന്നെ എവിടെ ആ ഒരു റെസ്റ്റിലായിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ദെൻ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? അത് ഡിറ്റാച്ച് ചെയ്യും, ആ ഇലകൾ താഴെ വീഴും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മനസ്സിലായി. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ പറയാം. അതിൽ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് എക്സാമ്പിൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിന്ന് പോകുന്നു, വീണ്ടും നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പായി. നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ മുന്നോട്ടിങ്ങനെ ആഞ്ഞു പോകും. കാരണം എന്താ? നമ്മുടെ ഹോൾ ബോഡിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. ദെൻ നമ്മുടെ പാദങ്ങൾ മാത്രം എന്ത് ചെയ്തു? അവിടെ ആ ബോഡിയുടെ ഫുട് പാർട്ടിൽ അവിടെ നമ്മുടെ കാലുകൾ ആ ബസ്സിലിങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. ദെൻ ബസ്സുമായിട്ട് നമ്മുടെ ബോഡി കോണ്ടാക്റ്റാണ്. ദെൻ ബസ് നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ നിൽക്കും. ബട്ട് നമ്മുടെ ബോഡിക്കുള്ള ടെൻഡൻസി എന്താ? മുന്നോട്ട് വരാനുള്ള ടെൻഡൻസി. ദെൻ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ഈ മുകളിലത്തെ പാർട്ട് മാത്രം എന്ത് സംഭവിച്ചു? മുന്നോട്ട് ആഞ്ഞു വന്നു. ദെൻ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ പറഞ്ഞു. ഇനി ഇനേർഷ്യ ഓഫ് സ്ട്രെയിറ്റ് ലൈന്. അതായത് ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇതിന് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണമെന്ന് അറിയാം. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സർക്കുലർ പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു. ദെൻ സർക്കുലർ പാത്തിൽ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസി അവിടെ ഉണ്ട് ഇതിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ദെൻ ഇത് എക്സ്റ്റേണൽ ഏജൻസി അവിടെ ഇല്ലായെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം എന്ത് സംഭവിക്കും? ഇത് ആ അതായത് ഈ ഒരു പോയിന്റിൽ ശരിക്കും അത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ ഇതിന് സ്ട്രെയിറ്റ് ലൈൻ പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. ദെൻ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെഹിക്കിൾസിൻ്റെ വീൽസിൽ മഡ് ഉണ്ടാവും, ചെളി ഉണ്ടാവും. ദെൻ ഈ ചെളി എവിടെ ഉണ്ടെങ്കിൽ ഈ വെഹിക്കിളിൻ്റെ വീൽസ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിന് കറങ്ങി ഒരു പാർട്ടിലെത്തുമ്പം അതെന്ത് സംഭവിക്കും? അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെഹിക്കിൾസ് മഡ് ഗാർഡ് യൂസ് ചെയ്യുന്നത്. വേറൊന്നാണെങ്കിൽ നമ്മൾ കല്ല് കറക്കുക. കല്ലൊരു ത്രെഡിൽ ചുറ്റി അതിങ്ങനെ കറക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അവിടെ കൊടുത്താണ് അതിനെ കറക്കുന്നത്. ദെൻ നമ്മൾ ആ ഫോഴ്സ് കൊടുക്കാതെ അതിനെ റിലീസ് ചെയ്യുമ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് അത് സ്ട്രെയിറ്റ് ലൈൻ പോകും. ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്താണ് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10th മറ്റോ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്, മലയാളത്തിൽ തൊടുവര എന്ന് പറയും. അതായത് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ടച്ചസ് എ പോയിന്റ് ഓൺ ദ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ. ദെൻ ഈ ലൈനിൽ കൂടിയായിരിക്കും പോകുന്നത്. ഇതിന് നമ്മൾ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഈ എല്ലാ കേസസിലും ലോ ഓഫ് ഇനേർഷ്യയാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ, ന്യൂട്ടൻ്റെ ലോയ്. ദെൻ ഇതെല്ലാം റെസ്റ്റ്, മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ. ഇതെന്ന് പറയുന്ന ആ ബോഡിയുടെ ടെൻഡൻസിയാണ് ടു കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ നിന്ന് അതിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി, അതായത് അതിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ദെൻ ഈ ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓഫ് മാസുമാണ്. മാസ് കൂടുന്നതനുസരിച്ച് ഇനേർഷ്യ മാറും. അതായത് നമ്മൾ 2 ബോൾ എടുത്തു, ഒന്ന് പ്ലാസ്റ്റിക് ബോളും ഒന്ന് അയൺ ബോളും. ഒരു പ്ലാസ്റ്റിക് ബോളും ഒരു അയൺ ബോളും എടുത്തു. ദെൻ നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് ബോളിന് നമുക്ക് കിക്ക് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അയൺ ബോളിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇത് മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഇതിന് മാസ് കൂടി. ദെൻ മാസ് കൂടുമ്പോൾ റെസ്റ്റിലായിരിക്കാനുള്ള ടെൻഡൻസി കൂടി. ഇവിടെ മാസ് കുറഞ്ഞു. മാസ് കുറയുമ്പോൾ എന്താ? റെസ്റ്റിലായിരിക്കാനുള്ള ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ മാസും ഇനേർഷ്യയും ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ ന്യൂട്ടൺ ഫസ്റ്റ് ലോ നമ്മൾ കണ്ടു. എ ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു ബോഡി
ഒരു റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റിയിലും ആവാം. ദെൻ ഇവിടെ റെസ്റ്റിലുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരു ബോക്സ്, ഒരു ടേബിളിൽ ഉള്ളത് എടുക്കുക നമുക്ക്. ബോക്സ് ഓഫ് മാസ് m ആണ്. ദെൻ ഈ ടേബിളിൽ ഈ ബോക്സ് റെസ്റ്റിലാണ്. ദാറ്റ് ഈസ് റെസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട്. m ആണ് മാസ്. ദെൻ ഇവിടെ എർത്ത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിന് കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം വെയ്റ്റ് ഓഫ് ദാറ്റ് ബോഡിയാണ്. ദെൻ ഇവിടെ ഈ വെയ്റ്റ് ഓഫ് ദി ബോഡി താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബോക്സ് മാസ് m എന്നുള്ള ബോക്സ് ഈ ടേബിളിൽ റെസ്റ്റാണ്. ദെൻ റെസ്റ്റിലാവാൻ കാരണം ഇവിടെ ഈ W എന്ന വെയ്റ്റ് താഴോട്ടുണ്ടെങ്കിലും വേറൊരു വെയ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഫോഴ്സ് ഇതിനെ മുകളിലേക്ക് തള്ളണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഇത് അവിടെ റെസ്റ്റിലാവത്തുള്ളൂ. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇത് താഴോട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ടേബിള് ഇതിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കുന്നത്. ദെൻ ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് വൺ ഈക്വൽ ടു 0 ആണ്. ദെൻ ഇത് ഫോഴ്സ് എന്തായി, ബാലൻസ്ഡ് ഫോഴ്സായി. ദെൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മോഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലാണ് എങ്കിൽ ഏത് ഡയറക്ഷനിലാണോ കൂടുതലുള്ള ആ ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഞാനിവിടെ ഒരു ബോക്സ് ഉള്ള മാസ് m എന്നുള്ള ബോക്സിനെ ഞാൻ ഇങ്ങോട്ട് പുഷ് ചെയ്തു. ദെൻ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, ഞാൻ ഏത് ഡയറക്ഷനിലാണോ പുഷ് ചെയ്ത് ആ ഡയറക്ഷനിലേക്ക് ഇത് മൂവ് ചെയ്യും. ദെൻ ഈ കേസിൽ ഇത് അൺബാലൻസ്ഡ് ഫോഴ്സാണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം ഒരു ബോൾ റോൾ ചെയ്യുന്നു. ബോൾ റോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, ഇത് റോൾ ചെയ്ത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്തു, അത് റെസ്റ്റിലാവും. കാരണം എന്താ, അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഇല്ല എങ്കിൽ അതെന്തായി, കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, ദാറ്റ് ഈസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രേറ്റ് ലൈൻ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് വേറൊരു ഡയറക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ കൊടുത്തിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ കണ്ട 3 ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് ഇതിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഈ സർക്കുലാർ പാത്തിൽ ഇവിടെ മൂവ് ചെയ്യുന്നത്. ഇനി സർക്കുലാർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ഇത് സ്ട്രേറ്റ് ലൈനിൽ പോകും. ദെൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ 3 ഈ സ്ട്രേറ്റ് ലൈൻ പാത്തിൽ നിന്ന് മാറി ഇതിൻ്റെ ഡയറക്ഷൻസ് ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്ത് സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നത്. ദെൻ ഈ കേസിൽ കണ്ടു ഇതിവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും കണ്ടു ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇവിടെ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇവിടെ റെസ്റ്റിലായത്. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസി ആക്ട് ചെയ്തതുകൊണ്ടാണ് ഈ ബോക്സ് ഇവിടെ റെസ്റ്റിലായിരിക്കുന്നത്. ദെൻ ന്യൂട്ടൻ്റെ ലോ പറയുന്നത് ഈ ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion in a straight line unless acted by an external force. Then ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഇത് ഇനേർഷ്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ കണ്ടിരുന്നു ഇനേർഷ്യ എന്ന് പറയുന്ന ഇനേർഷ്യ മാസും തമ്മിൽ റിലേഷൻ ഉണ്ട്. മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ആണ്.